السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ യോഗാധ്യക്ഷൻ തങ്ങളവറുകളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് തങ്ങളവറുകളെ, സ്ഥലം ഖത്തീബ് ഉസ്താദ് അവറുകളെ, സുലൈമാൻ സയ്യിദി അടക്കമുള്ള ആദം ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ പണ്ഡിതന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ എല്ലാ പ്രതിഫലം ബഹുമാനപ്പെട്ട ആദം സയ്യിദി ഉസ്താദിൻ്റെ റൂഹിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ രംഗം അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷിക്കുന്ന ഒരു സംഭവമാക്കി അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ആദം സയ്യിദി ഉസ്താദ്, അവരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളിവിടെ പറഞ്ഞു. അതിലപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചരിത്രങ്ങളും. 1981 ഞാനിവിടെ മുദരിസായി വന്നത്. അന്ന് സയ്യിദ് അഷ്റഫ് തങ്ങൾ ചെറിയ കുട്ടിയാണ്. ഫത്തുൽ മീനും അൽഫിയുമായി എൻ്റെ ദർസിൽ ചേരാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഉമ്മാമമായിട്ടുള്ള വലിയ ബന്ധമാണ്. ഉമ്മാമ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഉമ്മ, വലിയ നാവിന് അസറുള്ള വലിയൊരു സയ്യിദത്തായ വലിയത്തായ മഹതിയായിരുന്നു. എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ആ ഉമ്മയുടെ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം വീട്ടിലേക്ക് മതി ഉമ്മ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് മഹാനായ അഷ്റഫ് തങ്ങൾ ഇവിടെ നിന്ന് പരപ്പയിൽ പോയി പഠിച്ച് അപ്പോഴൊക്കെ ഇവിടെ വരും ഇടക്കിടക്ക്. അങ്ങനെ വലിയ ആലിമായ സമയത്ത് ഞാൻ ഇവിടെ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് പള്ളിക്കര കല്ലിങ്കായിലാണ്. ഒരു മാസത്തെ റമളാനിൻ്റെ ഇമാമത്തിന് നിങ്ങൾ വരണമെന്ന് തർക്കിച്ച് എന്നെ കൊണ്ടുപോയതാണ്. തർക്കിച്ച് എന്ന് പറയാൻ കാരണം, ഇവിടെ ഉണ്ടാകുമ്പോഴാണ് റജബ് 27 എൻ്റെ കല്യാണം. അതുകൊണ്ട് എനിക്കൊരു നിലക്കും എവിടെയും ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിർബന്ധിച്ചിട്ട് ഒരു മാസത്തേന് വേണ്ടി പോയി. ആ നൃത്തം 11.5 വർഷം അവിടെ നിന്ന് ജോലി ചെയ്തു. ഇവിടുത്തെ ഒരുപാട് കുട്ടികൾ എൻ്റെ ശിഷ്യന്മാരായിട്ട് അവിടെ ഞാൻ കൊണ്ടുപോയി അങ്ങോട്ട്. അവർ അവിടെ പഠിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള വലിയ ഒരു മഹത്വമുള്ള മണ്ണാണ് ഈ ചെറുത്തട്ടി മണ്ണ്. ഇതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട തലശ്ശേരി മുത്തുക്കയത്തങ്ങൾ ഇവിടെ മുദരിസായി. അതിൻ്റെ ശേഷം എൻ്റെ ഉസ്താദ് എച്ച് അഹമ്മദ് മുസ്ലിയാർ വലിയ പണ്ഡിതനായിരുന്നു. മഹാനവർക്ക് ഇവിടെ മുദരിസായി. ആ സ്ഥാനത്താണ് ഞങ്ങളൊക്കെ ഇവിടെ മുദരിസായി ചെറിയ ആളുകളും വന്നത്. അപ്പോൾ വലിയവരെയും ചെറിയവരെയും സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയൊരു മണ്ണാണ് ചെറുത്തട്ടി. ഈ ചെറുത്തട്ടിയിലെ ജനങ്ങളും വലിയ സ്വഭാവ ഗുണമുള്ള ജനങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു ദേശത്ത് അള്ളാഹുവിൻ്റെ നൂറാകുന്ന ദീനിൻ്റെ നൂറാകുന്ന ഇൽമിനെ വളർത്താൻ അള്ളാഹു തആല ഏറ്റെടുക്കും. അത് നിങ്ങൾ കടത്തിക്കളയരുത് എന്ന് ആമുഖമായി ഞങ്ങളോട് പറയുകയാണ്. ഈ ദർസ് പഴയ ദർസാണ്, അത് നിന്ന് പോകരുത്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഞങ്ങളന്ന് ദർസായ സമയത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്തിട്ടാണ് അയവ് നിറക്കാറ്. കുളിക്കണമെങ്കിൽ സുന്ദരമായ പുഴയുമുണ്ട്. ഇങ്ങനെ വലിയ അനുഗ്രഹം ചെയ്ത ഒരു മണ്ണാണ് ചെറുത്തട്ടി. അന്ന് CH മുഹമ്മദ് ഹാജിയാണ് ഇതിൻ്റെ പ്രസിഡൻ്റെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനും എൻ്റെ ശിഷ്യനുമായ ആസിഫ് പ്രസിഡൻ്റാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പം അങ്ങനെയുള്ള വലിയ ചരിത്രങ്ങൾ ഇങ്ങനെ പരമ്പരാഗതമായി ദീനീ രംഗത്തേക്ക് യുവാക്കളെയും മറ്റൊക്കെയും ഇങ്ങനെ പരമ്പരാഗതമായി കൊണ്ടുവരുന്ന ഒരു പ്രദേശമാണ് ചെറുത്തട്ടി. നിങ്ങൾ ദർസ് നിർത്തരുത്. ബഹുമാനപ്പെട്ട മർഹൂം സൂഫി ഹാജി ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ഇത് പള്ളി ചെറുതാണെങ്കിലും വലിയ ദർസിൻ്റെ കേന്ദ്രമാണ് ഉസ്താദെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഉൾക്കൊള്ളണം, നിർത്താൻ പാടില്ല. ഇന്ന് അല്ലാഹു തആല നമുക്ക് കൂടുതൽ സൗകര്യം ചെയ്തു തന്നു. അന്ന് സാമ്പത്തികമായി വളരെ വിഷമമായിരുന്നു ഇവിടെ. ഇന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഉന്നതിയിലെത്തി. അപ്പോഴാണ് ദർസ് നിന്ന് പോകുന്നത്. നിൽക്കാനുള്ള
ഒരവസരം നിങ്ങൾ ഉണ്ടാക്കരുത്, വീണ്ടും തുടങ്ങണം. അള്ളാഹു തൗഫീഖ് മാറാകട്ടെ. ആമീൻ. ആദം ഉസ്താദ് ആത്മീയമായി മാനസികമായി ഞങ്ങൾ ബന്ധപ്പെട്ടു പോയ ഉടഞ്ഞു ചേർന്ന ഒരു മനുഷ്യനായിപ്പോയി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട് പുതുതായി പണിയാൻ വേണ്ടി സ്ഥലം നോക്കാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാനന്ന് കല്ലിങ്കാൽ മുദരിസാണ്. ആ മുദരിസ സമയത്ത് ഈ തങ്ങൾ പറഞ്ഞതുപോലെ തങ്ങൾ വലിയ ഉന്നത പദവിയിലേക്ക് എത്തിയല്ലോ. അപ്പോൾ എൻ്റെ തൊട്ട മഹലിൽ പള്ളിപ്പുഴ എന്ന സ്ഥലത്ത് മുദരിസിനെ തിരയുന്ന സമയം ഉടനെ തന്നെ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, കാളിയാരോടും മറ്റൊക്കെ പറഞ്ഞു, നല്ല യുവാവായ സയ്യിദ് ഒരു മുദരിസ് നമുക്കിവിടെ ഉണ്ട്, കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് തങ്ങളെ അവിടെ മുദരിസായിട്ട് കൊണ്ടുവരുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിക്കരയിൽ തൊട്ട സ്ഥലം. അങ്ങനെ ഞാനവിടെ മുദരിസായ ജോലി ചെയ്ത സമയത്താണ് ആദം സയ്യിദ് വരുന്നത്, എനിക്ക് ചെറിയൊരു വീട് വെക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടൊരു സ്ഥലം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വലിയ വേരുകൾ, മാവിൻ്റെയും പിലാവിൻ്റെയും വേരുകൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന സ്ഥലം, ഇവിടെ വേണ്ട ആദം സയ്യിദെ, നിങ്ങൾ കുറച്ച് മാറ്റി ചെയ്തോളി. അപ്പോൾ അവിടെ അങ്ങോട്ട് സ്ഥലമില്ല, ചെറിയ സ്ഥലമേ ഉള്ളൂ. അങ്ങനെ വീടെടുത്തു. കുറ്റിയടിക്കലിനും എന്നെ കൊണ്ടുപോയി, കട്ടിൽ വെക്കലിനും പോയിരുന്നു, പുരകുടിയിലും പോയി, എല്ലാത്തിനും എന്നെ കൊണ്ടുപോയി. അവസാനമായി ഒരു കുട്ടിയുണ്ടായി, അതിൻ്റെ മുടി കളച്ചലിനും ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങളെ ഏൽപ്പിച്ച് ഞാൻ രണ്ടാളും കൂടി അവിടെ പോയി. അങ്ങനെ എല്ലാത്തിനും എന്നെ ഒരു ബന്ധപ്പെടുത്തി കൊണ്ടൊരു ജീവിതം അദ്ദേഹത്തിനുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും, വീട്ടിലും വരും. അങ്ങനെ നായനാർ ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാൻ വരും. ഞാൻ അങ്ങനെ പോകും, ഹോസ്പിറ്റലിൽ പോയി കാണും. അങ്ങനെ മരണം വരെ അദ്ദേഹവുമായി വലിയ ബന്ധത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് വിവരിക്കാനുണ്ട്. പാതിരാ സമയത്ത് 2 മണി സമയത്ത് കോഴിക്കോടിൽ ഒറ്റക്കൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് സിയാറത്ത് ചെയ്ത് തിരിച്ചു വരികയാണ്. ദൂരത്ത് നോക്കുമ്പോൾ ആദം സയ്യിദ്, നിങ്ങളെന്തിവിടെ ഒറ്റക്ക് നിൽക്കുന്നു? ഞാൻ മടവൂർ പോയി തിരിച്ചു വരികയാണെന്ന്. അങ്ങനെ എല്ലാ മഖബറയിലേക്കും സിയാറത്തിന് പോകുന്ന പതിവ് അത് ഉഖറവിയ ആലിമികളുടെ സ്വഭാവമാണ്. അതൊക്കെ ബഹുമാനപ്പെട്ട ആദം സയ്യിദിലുണ്ട്. അദ്ദേഹത്തിനക്ക് സംസാരശേഷി ശരിക്കുമില്ലാഞ്ഞിട്ടും ഒരുപാട് ഉഖറവിയ പണ്ഡിതന്മാരെ അദ്ദേഹം വാർത്തെടുത്തു. അത് അള്ളാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ നാവില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിയും ശക്തിയും ഇൽമും കൊണ്ട് മറ്റുള്ളവരെ വളർത്തിയെടുക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. കാദൽ ഹലീമു അൻ യകൂന നബിയ, ഹലീമായ മനുഷ്യൻ ഉയർന്നുയർന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാവാൻ അടുത്തിരിക്കുന്നു എന്ന് ഹലീമായ ഉലമാക്കളെ സംബന്ധിച്ച് പറയുന്നു. ഇബ്ലീസ് അല്ലാഹുവിന് ഏറ്റവും കടുപ്പമായ പേടിയുള്ള മനുഷ്യൻ ആലിമും ഹാലിമായ ആളാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അതൊക്കെ ഒത്തുണങ്ങിയ ഒരു മഹാനായിരുന്നു ആദം സയ്യിദ് ഉസ്താദ്. അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇബാദത്താണ്. ഈ മഹാന്മാരായ ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ ലോകത്തിന് തന്നെ വലിയ മോശമാണ്. അത് ഒരു ചുരുക്കമായൊരു സംഗതിയാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തെ കാണാം, അബലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഭൂമിയെ നുക്സാനിയത്തുണ്ടാകുമെന്ന്. ആ നുക്സാനിയത്ത് എങ്ങനെയെന്ന് പല നിലക്കും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ നുക്സാനിയത്ത് പരിശുദ്ധ ഖുർആൻ ഭൂമിക്ക് വരുമെന്ന് പറഞ്ഞത്, അത് ബഹുമാനപ്പെട്ട അത്താ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഒരുപാട് മുഫസ്സിരീങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മൗത്തുൽ ഉലമാ എന്ന ആലിമീങ്ങളുടെ മരണം, അവർ മരിക്കലോടുകൂടിയാണ് ഈ ഭൂമിക്ക് നുക്സാനിയത്ത് പോറൽ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള വലിയ മഹാന്മാരിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ആദം സയ്യിദ് ഉസ്താദ്. അതുകൊണ്ട് നിങ്ങളിവിടെ ഏറ്റെടുത്ത ഈ പദ്ധതി അദ്ദേഹത്തിൻ്റെ 10ാം ആണ്ടാണ് ഇവിടെ നടക്കുന്നത്. ഈ 10ാമത്തെ ആണ്ട് നടക്കലോടുകൂടെ പഴയ നിന്നുപോയ ദർസ് ഈ അനുസ്മരിച്ചുകൊണ്ട് ആദം സയ്യിദ് അനുസ്മരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും തുടങ്ങണം. അള്ളാഹു തൗഫീഖുമാറാകട്ടെ, അള്ളാഹു തൗഫീഖുമാറാകട്ടെ. അതിന് വേണ്ടുന്ന എല്ലാ ശാരീരിക മാനസിക സാമ്പത്തിക അഭിവൃദ്ധിയും അള്ളാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സിനെ അവൻ ഇബാദത്തായി നമ്മുടെ ഇബാദത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.